God. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വ്യാജ നീറ്റ് റിസൾട്ടുകൾ കൂടുകയാണ്. ആൾമാറാട്ടം തുണ്ടുകെട്ട് ഇന്ത്യയും മുടി മുതൽ അടിയായി പരിശോധിച്ചതുപോലും ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതൊക്കെ കാരണമാണ് നീറ്റ് കിട്ടാൻ വേണ്ടി ഓരോ പിള്ളേർ കാല് വരെ മുറിച്ചു മാറ്റുന്നത്. ഇത് തടയാനാണ് ഞങ്ങൾ MBBS വിദ്യാർത്ഥികൾക്ക് ഈ വർഷം നീറ്റ് എക്സാമിന്റെ അതേ ദിവസം ക്ലാസ് വെച്ചത്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ബുദ്ധി? അയ്യോ, സെക്യൂരിറ്റി വിട്ടുള്ള ബഡ്ജറ്റൊന്നും എന്നെ ശരിയായില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ വർഷം തട്ടിപ്പ് നടത്തും. അങ്ങനെ ഞങ്ങളുടെ അന്വേഷണം എത്തി നിൽക്കുന്നത് നിങ്ങളിലാണ് മിസ്റ്റർ ഹാഷിർ. കാരണം നിങ്ങൾ മാത്രമാണ് അന്ന് ക്ലാസ്സിൽ പോകാത്തത്. മിസ്റ്റർ ഹാഷിർ, why did you do it? Yes, താങ്കൾ മറ്റൊരാൾക്ക് വേണ്ടി നീറ്റ് എക്സാം എഴുതിയിരിക്കുന്നു. ഫ്ലാഷ് ബാക്ക്. ഇത് ഞാനാ സേതുപടിയുടെ മുതൽ ബാബു. ഞാനിവിടെ മാത്രമാണ് ജോലി ചെയ്യുന്നത്. ചേട്ടൻ സുഖമാണോ? നമ്മുടെ നാടുകളെ അല്ലേ പട്ടിയെ പോലെ കാണുന്നത്. അവിടെ വന്ന് നിങ്ങളുടെ എല്ലാവരെയും കണ്ടു നോക്കേണ്ട. അത് പിന്നെ പുതിയ നീ എന്നെ കണ്ട് ചിരിക്കാത്തത്? നീ ചേട്ടാ കാണുന്ന ചിരിക്കട്ടാ. അപ്പൊ നീ ഇനി എന്നെ കാണുമ്പോ ചിരിക്കുവോ? ചേട്ടാ ഞാനും പൊക്കോട്ടെ, എനിക്കാണ് സെഷണൽ എക്സാം ഉണ്ടായിരുന്നു. നാളെ സെഷണൽ എക്സാം ആണല്ലേ? എന്നാൽ ഞാൻ ഇതുവരെ തൊടാത്തൊരു സാധനമുണ്ട്, സർജറി പോർട്ട്ഫോളിയോ. പിന്നെ വേറെ ഒരു സാധനം, കമ്മ്യൂണിറ്റി മെഡിസിൻ പോർട്ട്ഫോളിയോ. ഇതൊക്കെ എഴുതി നാളെ എക്സാം പ്ലാൻ രാവിലേക്കല്ലേ? എന്നാ രാവിലേക്ക് വെച്ചാൽ ഇവിടെ നല്ല സുഖമാണ്, നല്ല ഫുഡ്, നല്ല ഹോസ്റ്റൽ, സീരിയസ് ഒക്കെ നല്ല. ഇതുപോലെ നിരവധി ഉറക്കമില്ലാത്ത രാത്രികളും പ്രൊഫസറുടെ കാല് പിടിച്ചു സെലക്ഷൻ ടോപ്പിക് പഠിച്ചു ഹാഷിർ എങ്ങനെയോ ഫസ്റ്റ് ഇയർ പാസ്സായി. നോക്കിയല്ലേ കേരളേ? നല്ല കഴിവല്ലേ? അല്ല, അവിടെ AC അവിടെ പോയി കിടന്നുറങ്ങിയാൽ അളിയനും മച്ചമ്പേരും നാട്ടിൽ. ഇവിടെ ഞാൻ ഡോക്ടറാണ്. ആക്ച്വലി ഞാനൊരു ബേക്ക് സർജറി കയറാൻ പോവാണ്. ഞാൻ ഈ കോൾ എടുത്ത് തന്നെ എന്റെ ഭാഗ്യം. എന്നെ ചാടിക്കാൻ മതി. അങ്ങനെ ഓടിയിൽ നിന്ന് ഓടിയെത്തിയ ഹാഷിർ എത്തിപ്പെട്ടത് സിംഹത്തിന്റെ മടിയിൽ ഉസ്താദ് ദയ അലി ഖാൻ, അഥവാ ദയയില്ല അലി ഖാൻ. മിത്രങ്ങളെ നമസ്കാരം. എല്ലാവർക്കും കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും കയ്യിൽ പാർട്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. മിത്രങ്ങളെ, ഇപ്പോൾ ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. ഇനി ഇത് ആവർത്തിച്ചാൽ താങ്കളുടെ കോമളമായ മുഖം തേക്കാത്ത ചുമരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉടച്ചുന്നതാണ്. എനിക്കൊരു പഴയ കാര്യം ഈ ബഹിരാകാശത്ത് പഠിക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലിമിറ്റ്ലെസ്, ക്ലൗഡ്ലെസ് ആൻഡ് ഫാബ്രിക്കലി ലൂപ്പ്. Say again. Fabrically and lubricantly, this is very big. Oh, what is lubricant, answer? That's a fact of none of your business. ടോർച്ച് എന്താടാ?
നിന്റെ ശ്രദ്ധ എന്തേ? പേടിക്കണ്ട, നാർക്ക് എക്സ്റ്റൻഷൻ ഇല്ല. നീ കോളേജിൽ നിന്ന് റിട്ടയർ ആവാൻ പോവുക. ഇനിയെങ്കിലും നിങ്ങളുടെ ആർട്സിന് മറ്റൊരു സാധനം മെഡിസിൻ അതിന് എന്നൊന്ന് ഒഴിവാക്കി തരണം. ശിഷ്ടകാലെങ്കിലും എന്നൊന്ന് മനസ്സമാധാനത്തോട് ജീവിക്കാൻ സമ്മതിക്കണം പെണ്ണികളെ. എന്നെ കേൾക്കണ്ടേ? താനും ചക്കരനെ നിന്നപ്പോ ചക്ക ചെന്നപ്പോ മാവില ചക്ക കഴിക്കും. മാവില ചക്ക തിന്നാൻ പാടുമ്പോ മാവിലാച്ച കാരണന്മാരോട് ചോദിച്ചത് അവര് പറഞ്ഞു ഞങ്ങൾ നാട്ടുകാരല്ല. അപ്പൊ ഞാൻ പോവാ മക്കളെ. ഈ തള്ള എന്താണ് പറയുന്നത്? അവരെ കൊണ്ടുപോകും പുള്ളി പരീക്കാരൻ ടൂർ പോകും. നീ എന്തിനാ കാര്യം? ഇനി വിപരീത കാര്യങ്ങളൊക്കെ നോക്കേണ്ടി നീയാ. പീറ്ററിന്റെ 3 ദിവസത്തെ വനവാസത്തിന് ശേഷം അടുത്ത എക്സ്റ്റൻഷന് വേണ്ടി കാത്തു നിൽക്കുന്നതാണ് നമ്മുടെ കഥാനായകൻ. പിന്നെ ഞാൻ അതെന്താ കുറെ അവിടെ ചുറ്റിക്കറങ്ങി പറയണ്ടായി. ഈയിടെയായിട്ട് പരിചയമില്ലാത്ത ചില ഡിപ്പാർട്ട്മെന്റിലൂടെ കറങ്ങി നടക്കുന്നുണ്ടെന്ന്. എവിടെ സർ നാളെ തങ്കൻ സാറിന്റെ ഒപ്പിയില് സാറിന്റെ നീ തങ്ങനെയോ? തങ്ങൻ ഞാനാണ്. ഈ ചുമ എനിക്ക് കേൾക്കാൻ വയ്യ. സാറ് പറഞ്ഞു കേട്ടില്ല, അവർക്ക് ചുമ. ഈ പേഷ്യന്റ് എക്സാമിൻ ചെയ്യും, എന്റെ ഫൈൻഡിങ്സ് വേണം. എന്ത് പറ്റിയതാ? നല്ല ചൊതാവിനെ ചെവിവേദന. ഇവിടെ മരമായ ചെവി വേദനയല്ലേ? പിന്നെ നമുക്ക് അതെ സാറ് പറഞ്ഞു പിന്നെ നോക്കാം. ഓക്കെ ബൈ. സർ ആദ്യം പഠിത്തം, പിന്നെ മതി അറ്റൻഡൻസ്. തുടിക്ക 8 ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആട്ടും തുപ്പുന്ന ഏട്ടൻ നമ്മുടെ കഥാനായകൻ ഹാഷ്യം അങ്ങനെ ഫൈനൽ ഇയർ യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പോകുന്നു. എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നേ? ആദ്യത്തെ കയ്യിൽ ഫോണാണ്, നോക്കിയെടുക്കാം. ഇത്രയൊക്കെ മുൻസിലും ഞാനെന്താ പിന്നെ വേറെ എക്സാം എഴുതാൻ പോകുന്നത്? ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ വാഴ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിനേക്കാൾ വലിയ വാഴകളാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത്.